ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിനായകം എന്ന് വീട്ടുപേര് പറഞ്ഞപ്പോഴേ എല്ലാവർക്കും അറിയാം. ഈ വീടും പറമ്പും എന്റെ ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ വിലയ്ക്ക് വാങ്ങിയതാ. വിനായകം എന്നുള്ള പേര് ഞാൻ മാറ്റിയില്ല. വലിയൊരു ബോർഡുണ്ടായിരുന്നു, ഈ ഇടയ്ക്ക് അത് ഇളകി വീണത്. അത് നന്നായി. വിനായകം എന്നാൽ വിഘ്നമില്ലാത്തതെന്നാണല്ലോ. വരണം, കയറി വരണം. ആ വരണം വരണം. ശിവ, ഒരു പ്രശ്നമുണ്ട്. ഫർണിച്ചറും കട്ടിലും മെത്തയും പാത്രവും ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ആ വേണ്ട, അതൊക്കെ പതിയെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം. കിണറ്റില് വെള്ളമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. 24 മണിക്കൂറും കണ്ണുനീര് പോലുള്ള ശുദ്ധമായ വെള്ളം കിട്ടും. ഉണക്കത്ത് പോലും പറ്റില്ല. അത് നന്നായി. അല്ല, പൂജാമുറി ഉണ്ടോ? അങ്ങനെ പൂജാമുറിയായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവങ്ങളുടെ പടം വെച്ച് വിളക്ക് കത്തിക്കാം. പൂജയും പ്രാർത്ഥനയും ഒക്കെ ആവാം. ആ, അത് മതി. ഇനി അറിയേണ്ടത് ജഗന് വീട് ഇഷ്ടപ്പെട്ടോ എന്നാണ്. എന്റെ കാര്യം വിട്ടേക്ക്. വന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. ദേമോൾക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഈ വീട്ടില് താമസിച്ചാ മതി. കൊള്ളാം. ദേമോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കാനില്ല. ഉറപ്പിക്കാം. ദിയമോൾക്ക് കളിക്കാൻ ഇതേ പ്രായത്തിൽ അടുത്ത വീട്ടിൽ കുട്ടികളുണ്ട്. ആഹാ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാ മതി. ഞാൻ വന്നിരിക്കും. ശരി, താങ്ക്സ്. അപ്പൊ പറഞ്ഞ പോലെ. ശരി. ശരി. ജഗ, ആദ്യം അത്യാവശ്യം ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ആനന്ദ, ഞാനിപ്പോ തന്നെ വാങ്ങിട്ട് വരാം. ആ, വന്ദനയും മോളും വീടൊക്കെ ഒന്ന് നോക്ക്. നമുക്കറിയാം, അവിടെ ആ സൂപ്പർ മാർക്കറ്റിൽ പോവാം. അവിടെ ആകുമ്പോ എല്ലാ സാധനങ്ങളും കിട്ടും. വാ.